സല്യൂട്ട് സഹൃദയരെ. നമ്മുടെ കേരളം പ്രകൃതി മനോഹരിയാണെങ്കിലും ഫലപുഷ്ടമായ മണ്ണും നല്ല കാലാവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ കാര്യമായി ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നു എന്ന് അഹങ്കരിക്കുന്ന കുരുമുളക്, ഏലം, തേയില, കാപ്പി, കശുവണ്ടി തുടങ്ങിയവയൊന്നും നമുക്ക് പോരാ. നമ്മുടെ ആൾക്കാർക്കത് വാങ്ങാനുള്ള കാശുമില്ല. ഇതെല്ലാം കൂടുതൽ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. വളരെ വില കുറഞ്ഞ സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കിട്ടും ഇതിനൊക്കെ പകരമായി. അപ്പോൾ ഇതൊക്കെ വാങ്ങിയാണ് ഇവിടെയുള്ള ജനങ്ങൾ അത് ഉപയോഗിക്കുന്നത്. നമുക്ക് ചോറുണ്ണണമെങ്കിൽ ആന്ധ്രാപ്രദേശ് കനിയണം, പച്ചക്കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് കനിയണം, പാല് വേണമെന്നുണ്ടെങ്കിൽ കർണാടക കനിയണം. നമ്മുടെ മിൽമയിൽ തന്നെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന പാലിൻ്റെ തോതിനേക്കാൾ വളരെ കൂടുതലാണ് കർണാടകയിൽ നിന്ന് വാങ്ങുന്ന പാല് എന്നാണ് എൻ്റെ അറിവ്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ പുറത്തു നിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് 1965 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ വരുന്നത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് 400-ലധികം ഓഫീസുകളും ബ്രാഞ്ചുകളും ത്രിവേണി സ്റ്റോറുകളും ഹൈപ്പർ മാർക്കറ്റുകളും മൊബൈൽ സ്റ്റോറുകളും മരുന്നിനും മദ്യത്തിനും ഒക്കെ ഉള്ള ഔട്ട്ലെറ്റുകളും, ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, LPG ഗ്യാസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതുപോലെ ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഒരു സെൻ്ററുണ്ട്, ഒരു ക്ലിനിക്കൽ ലാബോറട്ടറി ഉണ്ട്. അങ്ങനെ വലിയ വലിയ കുറേ കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ കോർപ്പറേഷൻ. അതിൻ്റെ ആസ്ഥാനം എറണാകുളത്താണ്. 2013 ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അത് നിരവധി ഓഡിറ്റ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായിരുന്നു. കൺസ്യൂമർ ഫെഡറേഷനിൽ വ്യാപകമായ അഴിമതി കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടക്കുന്നു എന്നായിരുന്നു പരാതി. അതിനകത്ത് വളരെ വിശദമായി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് റെയ്ഡ്. വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ CBI പോലെ ചെയ്യാറുള്ളതാണ്. അത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് അല്ലെങ്കിൽ പരിശോധന. എല്ലാ വർഷവും നമ്മളൊരു 4-5 സംസ്ഥാന വ്യാപകമായിട്ടുള്ള സർപ്രൈസ് ചെക്കുകൾ നടത്തും. അതിനോരോ പേരുകൾ, ഓരോ കോഡ് നെയിമുകൾ നമ്മൾ ഇടും. ഞാൻ നേരത്തെ വിജിലൻസ് DIG ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ച ഒരു പ്രക്രിയയാണ് എന്ന് നിങ്ങളോട് നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ, ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സംസ്ഥാന വ്യാപകമായ റെയ്ഡുകൾക്ക് നമ്മൾ പേര് നൽകാൻ തുടങ്ങിയതും ആ സമയം തൊട്ടായിരുന്നു. തിരിച്ച് ADGP ആയി ഞാൻ വിജിലൻസിൽ വരുമ്പോഴും ഇത് മുടങ്ങാതെ നടക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. വിജിലൻസ് ചെയ്യുന്ന ഏറ്റവും ഫലപ്രദമായ പ്രവൃത്തികളിൽ ഒന്നാണ് ഈ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സർപ്രൈസ് ചെക്ക്. എപ്പോൾ വേണമെങ്കിലും വിജിലൻസിലും വിജിലൻസ് ടീമിനും അങ്ങോട്ടേക്ക് കയറി ചെല്ലാം എന്നുള്ളൊരു ഭയം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരിലും എല്ലാ ഓഫീസുകളിലും ഉള്ളതുകൊണ്ട് അത് ജനസേവനത്തിന് വേണ്ടി മാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന ഒരു ധാരണയുടെ പുറത്താണ് ഞങ്ങൾ ഇതുപോലെയുള്ള സർപ്രൈസ് ചെക്കുകൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എന്നാലും അഴിമതി നടക്കും. അപ്പോൾ അങ്ങനെ ഈ കൺസ്യൂമർ ഫെഡറേഷനെ കുറിച്ചിട്ടുള്ള പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി സംഘടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. 4-5 ഓഡിറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടി. 2010, 2011, 2012 ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി. 2012 അപൂർണമായിട്ടുണ്ടായിരുന്നു. 2010, 2011 ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മറുപടി ഒന്നും കൺസ്യൂമർ ഫെഡറേഷൻ കൃത്യമായിട്ട് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും അത് പ്ലാൻ ചെയ്ത് ചെയ്യണം. ഈ പരാതി തന്നിരിക്കുന്നതെല്ലാം കൂടുതലും പേര് വയ്ക്കാതെയുള്ള അജ്ഞാത രഹസ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള പരാതികളാണ്. ഞങ്ങളുടെ തന്നെ ഒരു ടീമിനെ നമ്മൾ ഇതിൻ്റെ രഹസ്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാനായി പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ പോയി അന്വേഷിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ അഴിമതി ഉണ്ട്, നമുക്കൊരു റെയ്ഡ് നടത്തിയാൽ ഫലപ്രദമായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഓണത്തിന് മുമ്പായിട്ട് സെപ്റ്റംബർ മാസം ആദ്യം ഒരുപാട് സാധനങ്ങൾ കൺസ്യൂമർ ഫെഡറേഷൻ പല സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗോഡൗണിൽ ചെന്ന് അതിൻ്റെ അളവും അതിൻ്റെ രേഖകളും എവിടെ നിന്നൊക്കെ എത്ര രൂപയ്ക്ക് വാങ്ങി, അതിൻ്റെ ശരിക്കുള്ള വില എത്രയാണ്,
അതിനകത്ത് ടെൻഡറിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന വ്യാപകമായ ഒരു റെയ്ഡ് ആലോചിച്ചുറപ്പിച്ച് നടപ്പിലാക്കിയത്. വളരെ കെയർഫുള്ളായിട്ട് വളരെ പ്ലാൻ ചെയ്തതാണ്. ഇതിന് ഞങ്ങൾ കോഡ് നെയിം ഇട്ടത് ഓപ്പറേഷൻ അന്നപൂർണ എന്നായിരുന്നു. ഇതിനെപ്പറ്റി നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാര്യമായിട്ടുള്ള വിവരം കിട്ടില്ല. ഞാൻ ഒരിക്കലും എൻ്റെ അനുഭവങ്ങൾ കുറിപ്പായിട്ട് എഴുതി വെക്കാറില്ല. ആ സമയമൊന്നും ഞാൻ മനസ്സാ വിചാരിച്ചതുപോലും ഇല്ല ഇതുപോലെയുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടി വരുമെന്നോ ആത്മകഥ എഴുതേണ്ടി വരുമെന്നോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങളൊന്നും എഴുതി വെക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് പറയുന്നതാണ് പല കാര്യവും. ഓപ്പറേഷൻ അന്നപൂർണ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല കുറേ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഒന്നാമത്തേത്, വലിയ വിലയ്ക്കാണ് അരി വാങ്ങിയത് എന്നാണ്. നമുക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് കിലോയ്ക്ക് 20 രൂപ അല്ലെങ്കിൽ 21 രൂപയ്ക്ക് ലഭിക്കുന്ന അരി, ജയ അരി എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇവിടെ മാർക്കറ്റിൽ. ഇത് കിലോയ്ക്ക് 40 രൂപ മുകളിലാണ് അവർ വാങ്ങിയത്. ആന്ധ്രയിൽ നിന്ന് കൊടുക്കുന്നത് 23 രൂപയാണെങ്കിൽ ഇവിടുത്തെ വില അനുസരിച്ച് 40 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വളരെയധികം ഭീമമായ കമ്മീഷൻ ഉണ്ട്. അത് എത്ര ക്വിൻ്റൽ അരിയാണ് ഒരു വർഷത്തേക്ക് വാങ്ങുന്നത്, ഒരു ഓണ സമയത്തേക്ക് വാങ്ങുന്നത് നോക്കിക്കഴിഞ്ഞാൽ അഴിമതി വളരെ ഭീകരമാണ്. മുളകും ഒക്കെ പല സ്ഥലത്തു നിന്ന് വരുന്നതാണ്. പല പയറ് വർഗ്ഗങ്ങൾ, അതുപോലെ ഉഴുന്ന്, സവാള, ഉലുവ, കടുക്, ജീരകം, ഇതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഇതെല്ലാം വലിയ തോതിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കൺസ്യൂമർ ഫെഡിൻ്റെ വിവിധ ഗോഡൗണുകളിൽ സൂക്ഷിച്ച് അത് പാക്ക് ചെയ്ത് ഒരു വില നിശ്ചയിച്ച് ഔട്ട്ലെറ്റുകളിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൺസ്യൂമർ ഫെഡറേഷൻ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നീതി, നന്മ എന്നൊക്കെയാണ് സ്റ്റോറുകളുടെയൊക്കെ പേര്. ഇപ്പോൾ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട്, ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നൊക്കെയുള്ള ഒരു ആശയം ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ പോലും വളരെയധികം അഴിമതി കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് കേരളത്തിന് എല്ലാത്തിനും വലിയ വിലയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഒക്കെ മനസ്സിലാവും എല്ലാത്തിനും ഒരു 30 മുതൽ 40% വരെ വില കൂടുതലാണ് എന്ന്. കോഴിമുട്ട, അരി, പഞ്ചസാര, ശർക്കര, എണ്ണ, സോപ്പ് പൊടി, ഉപ്പ്, എന്തിന് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും കേരളത്തിലെ വില കൂടുതലാണ്. ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും ഒന്നും പറയാനേ ഇല്ല. പച്ചക്കറികളൊക്കെ തീ വിലയാണ്. അവർ പറയുന്ന വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരാൻ കാരണം തന്നെ അഴിമതിയാണ്. കൂടാതെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ടി വരുന്നു. ചെക്ക് പോസ്റ്റുകളിൽ ഇരിക്കുന്നവരുടെ അഴിമതി വേറൊരു കഥ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അഴിമതികളിൽ കൂടെ വരുമ്പോൾ ഇടയ്ക്കുള്ള ഇടനിലക്കാർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി അവർ തോന്നുന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കും, കൊട്ടേഷൻ കൊടുക്കും, ടെൻഡർ കൊടുക്കും. അതനുസരിച്ച് ഒരു ചർച്ചയൊക്കെ നടത്തി ഒരു കരാർ അടിസ്ഥാനത്തിൽ അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ കൺസ്യൂമർ ഫെഡ് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യും. അതാണ് നടക്കുന്നത്. 2010-ലെയും 2011-ലെയും കാര്യം പോട്ടെ, 2012-ലെ ഓണത്തിൻ്റെ സമയത്തും 2013 ഇപ്പോൾ നമ്മൾ സർപ്രൈസ് ചെക്ക് നടത്താനായി ഇരിക്കുന്ന സമയത്തെ ഓണത്തിൻ്റെ പർച്ചേസിലും വളരെ വലിയ ക്രമക്കേടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ലഭിച്ച വിശ്വസനീയമായ വിവരം കൺസ്യൂമർ ഫെഡിൻ്റെ അകത്ത് തന്നെയുള്ള ചില ആൾക്കാർ തന്നതായിരുന്നു. അവർക്ക് പേര് പുറത്തു പറയാൻ പേടിയായിരുന്നു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉള്ളതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡറേഷനിലും യൂണിയനും അസോസിയേഷനും ഒക്കെ സജീവമായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിൻ്റെ ഭരണത്തിലായിരുന്നു കൺസ്യൂമർ ഫെഡറേഷൻ. ശ്രീ ജോയ് തോമസ് എന്ന് പറയുന്ന ഒരു സീനിയർ രാഷ്ട്രീയ നേതാവായിരുന്നു കൺസ്യൂമർ ഫെഡറേഷൻ്റെ ചെയർമാൻ. അതിൻ്റെ MD ആയിരുന്നത് റെജി ജി നായർ എന്ന പേരുള്ള ഒരു വളരെ നല്ല ഒരു ടെക്നോക്രാറ്റായിട്ട് അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. യൂണിയൻ്റെ ഭാരവാഹികൾ, അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കളിയായിരുന്നു ഈ അഴിമതി എന്നാണ് പരാതി കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ സൂക്ഷിച്ച് വളരെ നിശ്ചയിച്ചുറപ്പിച്ച് പല സ്ഥലത്തായി ഞങ്ങൾ നടത്തിയ റെയ്ഡ് സക്സസ്ഫുൾ ആയിരുന്നു, വൻ വിജയമായിരുന്നു. അതിൽ നിന്ന് 110 കോടിയോളം രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ വെളിപ്പെട്ടു. 60,000-ലധികം രൂപ നമുക്ക് പല സ്ഥലത്തു നിന്നും അനധികൃതമായിട്ട് സൂക്ഷിച്ച നിലയിൽ കിട്ടി. ചെറിയ തുകയാണ്. 60,000 എന്ന് പറയുന്ന അന്നത്തെ സമയത്ത് പോലും അത്ര വലിയ തുകയല്ല. ഒരു കണക്കിലും പെടാതെ വെറുതെ ക്യാഷായിട്ട് പല സ്ഥലത്തും വെച്ചിരിക്കുന്നതാണ്. അത് കൈക്കൂലിയാണോ, എന്തുകൊണ്ട് അതിന് രേഖയില്ല എന്നതിനൊന്നും ഒരു ഉത്തരവുമില്ല.
ഇതുപോലെ വലിയ ഒരു കേസ് കേരളത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറത്തൊരു റിപ്പോർട്ട് എഴുതി സർക്കാരിന് കൊടുക്കേണ്ടി വരും. ഓപ്പറേഷൻ അന്നപൂർണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസത്തോളം ഇങ്ങനെ പത്രങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു അതിനെക്കുറിച്ച്. ഞങ്ങൾ പോയി പരിശോധിച്ച ഗോഡൗണുകൾ, വിവിധ താലൂക്ക് ഓഫീസുകൾ, സപ്ലൈകോയുടെ വിവിധ ഓഫീസുകൾ, വിവിധ ഔട്ട്ലെറ്റുകൾ, ചില സ്റ്റോറുകൾ, ഇവയിൽ നിന്നൊക്കെ ആയിട്ട് 45 വിജിലൻസ് കേസുകളാണ് ഞങ്ങൾക്ക് FIR ഇടാൻ സാധിച്ചത്. 2013 സെപ്റ്റംബർ 3-ാം തീയതി നടത്തിയ ഒരു റെയ്ഡിൽ കൺസ്യൂമർ ഫെഡറേഷൻ്റെ മാത്രമായി 45 അഴിമതി കേസുകൾ എടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഇതിനു മുമ്പ് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ചെയ്തിട്ടില്ല. പലതിലും ഇതിനകത്ത് ചെയർമാൻ്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും യൂണിയൻ നേതാക്കളുടെയും വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പങ്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രതിയാക്കിയാണ് FIR എടുത്തത്. തീർച്ചയായിട്ടും രാഷ്ട്രീയമായി വലിയ പ്രഷർ ഉണ്ടായിരുന്നു. കാരണം അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ബോർഡ് ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ വളരെയധികം പ്രതിഷേധം ഉണ്ടാകാറുണ്ട്. അതുപോലെയുള്ള പ്രതിഷേധം, പൊളിറ്റിക്കൽ പ്രഷറും ഒക്കെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടുണ്ടാവണം, വിജിലൻസിന് തീർച്ചയായിട്ടും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സഹിക്കാൻ പറ്റാതിരുന്നത് പത്രക്കാരുടെ ഒരു തള്ളിക്കയറ്റമായിരുന്നു. ജേർണലിസ്റ്റിൻ്റെ ഒരു കൂട്ടം എൻ്റെ ഓഫീസിലും വിജിലൻസിൻ്റെ ആസ്ഥാനത്തും ഇങ്ങനെ കൂട്ടം കൂടി നിന്നു. വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വിവരങ്ങളെല്ലാം വളരെ രഹസ്യമായി സൂക്ഷിച്ചു വയ്ക്കും. പൊതുവെ ആരോടും ഒന്നും അങ്ങനെ പുറത്ത് പറയാറില്ല. കാരണം എന്തെങ്കിലും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കഥയായിട്ട് പരക്കും. അപ്പോൾ നമുക്കറിയാം, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. അസോസിയേഷൻ്റെ നേതൃസ്ഥാനം, ബോർഡ് സ്ഥാനങ്ങളും എല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇപ്പോഴത്തെ നോക്കിയാലും അറിയാൻ പറ്റും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത് അവർ നിശ്ചയിക്കുന്ന അവർക്കിഷ്ടമുള്ള ആൾക്കാരെയാണ് ഇതുപോലെയുള്ള കോർപ്പറേഷനുകളുടെയും ഫെഡറേഷനുകളുടെയും ഒക്കെ നേതൃസ്ഥാനത്ത് അവരിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംരക്ഷണം അവർക്ക് കിട്ടും. അപ്പോൾ അതുപോലെയുള്ള ഒരു സംരക്ഷണ വലയം തീർച്ചയായിട്ടും ഈ 2 പേർക്കും, MDക്കും ചെയർമാനും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇത്ര വ്യാപകമായ അഴിമതി അവിടെ നടന്നത്. പലരും പറയാറുണ്ട്, ഈ ഞങ്ങൾ ഉണ്ടാക്കുന്ന അഴിമതി എന്ന് പറയുന്നത് ഞങ്ങളുടെ പോക്കറ്റിലോട്ടല്ല പലപ്പോഴും പോകുന്നത്, അത് രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിലും പാർട്ടി ആൾക്കാർക്കുമൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്, അതൊക്കെ വീതം വെച്ച് പോവുകയാണ് എന്നൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും 110 കോടിയുടെ അഴിമതി എന്ന് പറയുന്നത് അന്ന് വലിയൊരു തുകയുമായിരുന്നു. 45 കേസുകൾ എന്ന് പറയുന്നത് വലിയ സംഭവമായിരുന്നു. സ്വാഭാവികമായിട്ടും പത്രക്കാരെല്ലാം വളരെ ജിജ്ഞാസയോടുകൂടി ലഡുവിൽ ഈച്ച പൊതിയുന്നത് പോലെ വിജിലൻസ് ആസ്ഥാനത്ത് പൊതിഞ്ഞ് വളഞ്ഞു നിന്നു. അത് കുറച്ച് അസഹനീയമായി. എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ തള്ളിക്കയറുക, പോലീസിനെ തള്ളി മാറ്റുക, സെക്യൂരിറ്റി ആൾക്കാരെ മാറ്റി കയറി വരിക ക്യാമറയുമായിട്ട്, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, എപ്പോഴാണ് അറസ്റ്റ്, ആരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു, എത്ര കേസ്, ഇതിനകത്ത് ആരാണ്, മറ്റേതിനകത്ത് ആരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കടക്ക് പുറത്ത് എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും പറഞ്ഞില്ല. പകരം ഞാൻ വളരെ രൂക്ഷമായി അവരോട് സംസാരിച്ചു. ഞാൻ എണീറ്റ് നിന്നുകൊണ്ട് എല്ലാവരെയും ഫിസിക്കലായിട്ട് തള്ളി പുറത്താക്കിയിട്ട് പറഞ്ഞു, മേലിൽ ഇങ്ങോട്ട് വന്നു പോകരുത്, എൻ്റെ പക്കൽ നിന്നോ എൻ്റെ ഒരു ഓഫീസറുടെ പക്കൽ നിന്നോ നിങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് എല്ലാവരും പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് കർശനമായി എല്ലാവരെയും പുറത്തിറക്കി. അതിൻ്റെ തിക്തഫലം കുറേ നാൾ ഞാൻ അനുഭവിച്ചു. കാരണം എല്ലാ പത്രക്കാരും ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരെനിക്കെതിരെ തിരിഞ്ഞു. പണ്ടേ എതിരാണ്, കാരണം ഞാൻ അവരുമായിട്ട് വലിയ സഹകരണം ഇല്ലാത്തത് കൊണ്ട്, ചോദിക്കുന്നതിനൊന്നും കൃത്യമായ ഉത്തരം പറയാത്തത് കൊണ്ടും അവരുടെ ഗോസിപ്പൊന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടും ഒക്കെ പൊതുവെ ഒരു എതിര് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. പത്രമാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വിജിലൻസിനെതിരെയും കുറച്ച് മുറുമുറുപ്പുകളും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉണ്ടാവുക, പത്രത്തിലൂടെ ഉണ്ടാവുക സ്വാഭാവികം. ഓപ്പറേഷൻ അന്നപൂർണ റിപ്പോർട്ടായി പോയി CMൻ്റെ മുന്നിൽ വന്ന് അത് അവതരിപ്പിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു, ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും കേസ് എടുക്കണം എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറായിരുന്നു ആഭ്യന്തരമന്ത്രി, അദ്ദേഹവും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയത്. വലിയ ഒരു പദ്ധതിയായിരുന്നു അത്. അന്വേഷണം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, എല്ലായിടത്തും ഓരോരോ ആൾക്കാരെ ഏൽപ്പിക്കുക. ഈ പ്രതികളായിട്ടുള്ളവരെയൊക്കെ പേടിച്ചു പോയി. അവരിപ്പോൾ അറസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് അവർ കോടതിയിലൊക്കെ പല പ്രാവശ്യം പോയി, വിജിലൻസ് കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പല കേസുകളുണ്ടായിരുന്നു. ഹൈക്കോടതി കേസുകളെല്ലാം കുറേ സമയമെടുത്തു അതൊക്കെ വാദിച്ച് തീർക്കാനായിട്ടുമൊക്കെ. ഹൈക്കോടതിയിൽ അവർ പറഞ്ഞു, യാതൊരു കാര്യവുമില്ലാത്ത കേസാണ്, ഞങ്ങളെ പ്രതിയാക്കിയത് മനഃപൂർവ്വം രാഷ്ട്രീയ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയൊക്കെ പറഞ്ഞെങ്കിലും
ഹൈക്കോടതി തന്നെ ഒബ്സർവ് ചെയ്തായിരുന്നു. ഇത്രയും വലിയ ഒരു അഴിമതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വലിയ അഴിമതി കടലിൻ്റെ ഒരു അറ്റം പൊങ്ങി വന്നതുപോലെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിശദമായ അന്വേഷണം ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞ് എല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾക്കും വിജിലൻസിനുമൊക്കെ കൂടുതൽ അന്വേഷിക്കാനുള്ള അനുവാദം തന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അന്വേഷണം പുരോഗമിച്ചു. ഹൈക്കോടതി കേസുകൾ പരിഗണിക്കവേ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഈ കേസുകൾ ചാർജ് ഷീറ്റ് ചെയ്യണം വിജിലൻസ് കോടതികളിൽ എന്ന്, അധികം വൈകിക്കാതെ. കാരണം നമ്മുടെ കയ്യിൽ തെളിവ് എന്ന് പറയുന്നത് രേഖകളാണ്. കൂടാതെ ചില വിറ്റ്നസ്സുകളെ ചോദ്യം ചെയ്യണം. ചില സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷണം നടത്താറുണ്ട്. ചില കോൺട്രാക്ടേഴ്സിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 6 മാസം തൊട്ട് 8-9 മാസം വരെയൊക്കെ എടുക്കും ഓരോ കേസിനും. 1.5 വർഷത്തിനിടെ തീരാനുള്ള അല്ലെങ്കിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് ചെയ്യാനുള്ള കേസുകളായിരുന്നു ഈ 45 എണ്ണവും. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ എടുക്കുന്ന കേസുകൾ പലതിൻ്റെയും സ്ഥിതി ഇങ്ങനെയാണ്. വലിയ ആഘോഷത്തോടു കൂടി കൊട്ടിഘോഷിച്ച് കേസെടുക്കും, വലിയ പത്രമാധ്യമ വാർത്ത ഉണ്ടാകും, മാധ്യമ ശ്രദ്ധ ആകർഷിക്കും, ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. കാരണം ജനങ്ങൾ പിന്നെയും മറ്റ് വിവാദങ്ങളിലേക്കും അവിഹിതങ്ങളിലേക്കുമൊക്കെ അവരുടെ ശ്രദ്ധ തിരിയും. അങ്ങനെയുള്ള ഒരു കേസായിപ്പോയി ഈ ഓപ്പറേഷൻ അന്നപൂർണയും. കുറച്ച് നാൾക്ക് ശേഷം ഈ കേസുകൾ എല്ലാം ഇങ്ങനെ മരവിച്ച രീതിയിൽ, നേരത്തെ 2000-ഓളം ഫയലുകൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നു എന്ന് ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടിട്ടില്ലെങ്കിൽ. അതുപോലെയുള്ള ഒരവസ്ഥയിൽ ഉറങ്ങിക്കിടക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് കാരണം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. പ്രഷർ ഉണ്ടാവണം, അത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, അതങ്ങനെ കിടന്നോട്ടെ, ഇപ്പം തീർക്കണ്ട. കാരണം ഇപ്പം തീർത്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ എടുത്ത് എന്തുകൊണ്ട് തീർത്തു, എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു എന്നൊക്കെയുള്ള, എന്തുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്യാൻ കാരണം, സർക്കാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിവാദമാകും. അതുകൊണ്ട് ക്ലോസ് ചെയ്യുകയും വേണ്ട, അന്വേഷിക്കുകയും വേണ്ട, അതങ്ങനെ കിടന്നോട്ടെ എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും പല ഓഫീസുകളിലും ഈ ഫയലുകൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നു. ഇടയ്ക്കിടെ ചില സ്വകാര്യ വ്യക്തികൾ, അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ചില സ്വകാര്യ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, അവരൊക്കെ പോയി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും, വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കും, ഓപ്പറേഷൻ അന്നപൂർണ്ണ ഒന്നും ആയിട്ടില്ല, കൺസ്യൂമർ ഫെഡറേഷനിൽ ഇപ്പോഴും യഥേഷ്ടം അഴിമതി തുടരുന്നു എന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ പ്രസിഡന്റിനെ മാറ്റണം, അല്ലെങ്കിൽ ചെയർമാനെ അവിടെ നിന്ന് മാറ്റണം, CEO-യെ മാറ്റണം എന്നൊക്കെ പറയും. പക്ഷേ ഇവർ രണ്ടുപേരും തുടർന്നു പിന്നെയും കുറേ നാള്. ശ്രീ ജോയ് തോമസ് ചെയർമാനായിട്ടും ശ്രീ രജി നായർ മാനേജിംഗ് ഡയറക്ടറായിട്ടും ഈ കേസുകളൊക്കെ എടുത്ത ശേഷവും അവർ കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ സുഖമായിട്ട് ജോലി ചെയ്തു. അവർ രണ്ടുപേരെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല. ഈ കേസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കൂടെ ഞാൻ പറയാം. വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, നിയമവിദഗ്ധനാണ്. നേരത്തെ ഒരു ലീഗൽ ഓഫീസറായിരുന്നു, സീനിയർ ലീഗൽ അഡ്വൈസർ എന്നുള്ളൊരു പേരായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ടീം ഓഫ് ലീഗൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്നുള്ള ഒരു പദവിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നിയമജ്ഞൻ ആണ് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പോസ്റ്റിംഗ് തന്നെയാണ്. ഓപ്പറേഷൻ അന്നപൂർണ്ണ നടന്നു കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം 2018 അന്നത്തെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഒരു നിയമ ഉപദേശം കൊടുത്തു, ഈ 45 കേസുകളും നിലനിൽക്കില്ല, അത് എഴുതി തള്ളണം എന്ന്. നിയമോപദേശം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഈ പ്രതികളുടെ അറിവോടുകൂടിയോ അഴിമതി കാട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടോ നടന്നതല്ല, ഇതങ്ങ് സംഭവിച്ചു പോയതാണ്. കരുതിക്കൂട്ടി സ്ഥാപനത്തിന് നഷ്ടമുണ്ടാക്കണമെന്നോ സ്വയമായി ലാഭമുണ്ടാക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യാത്ത കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടതെന്നും, ഇത് വില വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് വന്നു പോയതാണ്, അവരതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടും താഴോട്ടുള്ള ആൾക്കാരെ വിശ്വസിച്ചത് കൊണ്ടും കിട്ടിയ ടെൻഡറുകൾ വെച്ച് പരിശോധിച്ചത് കൊണ്ടും മാത്രം വന്നുപോയ ഒരു പ്രശ്നമാണ്. 110 കോടിയുടെ നഷ്ടം എന്ന് പറയുന്നത് അവരറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതുകൊണ്ട് ഈ നിയമം അനുസരിച്ചിട്ടുള്ള കുറ്റം നിൽക്കില്ല, വേണമെന്നുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ അച്ചടക്ക നടപടി എടുക്കാം എന്നുള്ള മട്ടിലൊരു നിയമോപദേശം നൽകിയെന്നും ഇതിൻ്റെ പുറത്ത് ഈ 45 കേസുകളും ക്ലോസ് ചെയ്തു, അത് നടപടി അവസാനിപ്പിച്ചു എന്നുമാണ് എനിക്കിപ്പോൾ അറിയാൻ കിട്ടിയ വിവരം.
വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത്. പക്ഷേ അതിൽ ഞെട്ടാനോ അതിശയിക്കാനോ ഒന്നുമില്ല. കാരണം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരുടെ കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഒരു 500 രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു 1000 രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു പോലീസുകാരനോ ഇവരൊക്കെയാണ് സസ്പെൻഷനിലാവുന്നത്, വിജിലൻസ് പിടിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്, ജയിലിൽ അടയ്ക്കുന്നത്, ശിക്ഷ കിട്ടുന്നത് ഒക്കെ. വലിയ അഴിമതി കാണിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്ന ആൾക്കാരെയോ സർക്കാർ ഓഫീസുകളുടെ തലപ്പത്തിരുന്നു കൊണ്ട് 100-150 കോടി രൂപയുടെ അഴിമതി കാണിക്കുന്നവരെയോ ഒന്നും കോടതി അങ്ങനെ ശിക്ഷിക്കാറില്ല. നേരത്തെ തൊട്ടേ ഞാൻ പല കേസുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കേസെടുക്കുമ്പോൾ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതാണ്. കാരണം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ചെയ്താൽ മാത്രമേ ആ അഴിമതി അന്വേഷിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അത് ആരും അറിയാതെ പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് അന്വേഷിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടുന്ന വിവരത്തിൻ്റെ പുറത്ത് നമ്മൾ നടപടി സ്വീകരിക്കുന്നതും കേസെടുക്കുന്നതുമെല്ലാം. പക്ഷെ ആ കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ചാകരയാണ്, ഒരു കച്ചവടമാണ്. കാരണം ഒരു വിജിലൻസ് കേസ് വന്നാലും ആ കേസ് ഒതുക്കി തീർക്കാനും ഒക്കെ വളരെ വലിയ രാഷ്ട്രീയ കളികൾ നടക്കും. അപ്പോൾ ആ കളിയിലൂടെ പല ഗുണം ചിലർക്ക് കിട്ടും, ചിലർക്ക് വേറെ വിധ ഗുണങ്ങൾ കിട്ടും. കാശിൻ്റെ കളികൾ ഉണ്ടാവും, കോടതികളിൽ ചില കളികൾ നടക്കും. അങ്ങനെ പലതരത്തിലുള്ള കളികൾ നടക്കുമ്പോൾ സിസ്റ്റം ആക്റ്റീവായിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ അഴിമതി വേണം, ഇവിടെ കുറ്റകൃത്യങ്ങൾ വേണം, ഇവിടെ കൊലപാതകം വേണം, മോഷണം വേണം, ബലാത്സംഗം വേണം. എങ്കിൽ മാത്രമേ പോലീസിന് എന്തെങ്കിലും റെലവൻസ് ഉള്ളൂ, പോലീസിന് എന്തെങ്കിലും അധികാരം വരുന്നുള്ളൂ, വിജിലൻസിൽ എന്തെങ്കിലും അവകാശം വരുന്നുള്ളൂ. ഉട്ടോപ്പിയ പോലെ അല്ലെങ്കിൽ മാവേലി ഭരിച്ചിരുന്ന സമയത്തെ പോലെ കള്ളമില്ല, ചതിയില്ല, പൊളിവചനമില്ല, മോഷണമില്ല, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പരിപാടിയില്ല, എല്ലാവരും സ്നേഹത്തോടു കൂടിയും സൗഹൃദത്തോടു കൂടിയും സന്തോഷവുമായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണെങ്കിൽ പോലീസ് എന്നൊരു വകുപ്പേ വേണ്ടല്ലോ, സർക്കാരേ വേണ്ടല്ലോ. അപ്പോൾ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമേ പോലീസിനും വിജിലൻസിനും സർക്കാരിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ. അവർക്ക് ശമ്പളം വാങ്ങിക്കാൻ ഉള്ള ഒരു രീതിയാണ് ഈ കേസുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നാറുണ്ട്. ഓപ്പറേഷൻ അന്നപൂർണയും അതുപോലെയുള്ള ഒരു കേസായി പോയതിൽ എനിക്ക് അന്നത്തെ സമയം ഭയങ്കര വിഷമമായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് ആദർശത്തോടു കൂടിയാണ് സർവീസിൽ കയറുന്നതും കാരണം ഓരോ കേസുകളും കൈകാര്യം ചെയ്യുന്നതും. നമ്മുടെ സ്വന്തം കാര്യമാണ്. സർക്കാരിൻ്റെ കാശെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സംരക്ഷിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഇതൊക്കെ ഇവന്മാർക്ക് എന്ത് അവകാശം എന്ന് തോന്നുകയും അഴിമതിക്കാരെയൊക്കെ ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യം വരികയൊക്കെ ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ നടക്കും എന്ന് പിന്നീട് മനസ്സിലായപ്പോൾ കൂടുതലും അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ നടന്നാലും ജനങ്ങൾക്കൊന്നും യാതൊരു പരിഭവവും പ്രശ്നവും ഇല്ല. അവർക്കൊരു 2 രൂപ കുറച്ച് അരി കിട്ടിയാൽ അതിന് പുറകെ പോവും, 2 രൂപ കുറച്ച് പച്ചക്കറി കിട്ടിയാൽ അതിൻ്റെ പുറകെ പോവും. അപ്പോൾ അതൊക്കെ മതി ജനങ്ങൾക്ക്. സർക്കാർ തരുന്ന സൗകര്യങ്ങൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അഴിമതിയും വലിയ വലിയ കാര്യങ്ങളും നടക്കുന്നത് ഒന്നും ജനങ്ങൾക്ക് അത് ഏശത്തേയില്ല. അവർക്കത് ഒരു കാരണവുമില്ല. അവർ പത്രങ്ങളിലൂടെ വരുന്ന വാർത്ത വായിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറക്കും. അങ്ങനെയാണ് നമ്മൾ അർഹിക്കുന്ന ഒരു ഭരണം നമുക്ക് കിട്ടുന്നു എന്ന് തെളിയിക്കുന്നത് പോലെ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി കഥയുടെ ഇടയിലൂടെ ഈ ഓപ്പറേഷൻ അന്നപൂർണ മിന്നൽ പരിശോധനയുടെ തലപ്പത്ത് ചുക്കാൻ വഹിച്ച ഒരു ഹതഭാഗ്യയായ ഉദ്യോഗസ്ഥയായി പോയി ഞാൻ. സ്നേഹം, ശ്രീലേഖ.